നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊൽക്കത്തയിലെ വീഡിയോകളാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കാളിഘട്ട് എന്ന് പറയുന്ന ഒരു പുരാതനമായ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് എത്തിയത്. കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ മൃഗങ്ങളെ ബലി കഴിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉൾഭാഗത്ത് ബലി നടക്കുന്നുണ്ട് ഞാൻ ഉള്ള സമയത്ത് തന്നെ. പക്ഷെ ഈ ക്ഷേത്രത്തിൽ നരബലിയൊക്കെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞാൻ ആ സ്കൈവാക്കിന്റെ പൊക്കത്തിലേക്കൊക്കെ ഒന്ന് കയറുകയാണ്. വലിയ പൊക്കത്തിലൂടെയാണ് ഈ സ്കൈവാക്ക് എന്ന് പറഞ്ഞ സംഭവം. ബസ്സിലെ കണ്ടക്ടറാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. വിചിത്രമായ വേഷത്തിലുള്ള ഒരു കണ്ടക്ടർ. എന്റെ പുറകിൽ കാണുന്നതാണ് കാളിഘട്ട് ക്ഷേത്രം. പ്രസിദ്ധമായിട്ടുള്ള കാളിഘട്ട് ക്ഷേത്രമാണത്. അപ്പോൾ കാളിഘട്ട് ക്ഷേത്രത്തിലേക്ക് ഞാൻ വന്നത് മദർ ഹൗസിൽ നിന്നാണ്. മദർ തെരേസയുടെ മിഷണറി ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം. ബസ് നമ്പർ എന്ന് പറയുന്നത് 21/1. അങ്ങനെ 2 ബസ്സുകളാണ് ആ റൂട്ടിൽ ഇങ്ങോട്ട് വരേണ്ട ബസ്സുകൾ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ആരംഭിക്കുന്നത് ഈ മദർ ഹൗസിൽ നിന്നും ബസ്സിന് കയറി ഈ കാളിഘട്ട് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തി. അങ്ങനെയാണ് വീഡിയോയുടെ ആരംഭം. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാൻ കാര്യം, ആരെങ്കിലും എപ്പോഴെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് വരാനുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന രീതിയിൽ കൂടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ കാളിഘട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് മെട്രോ സംവിധാനവും ഉപയോഗപ്പെടുത്താവുന്നതാണ്. നീല ലൈനിലുള്ള മെട്രോ ഉപയോഗിച്ചിട്ട് വരികയാണെങ്കിൽ കാളിഘട്ട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്പം നടന്നാൽ ഈ കാളിഘട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും. മദർ തെരേസയുടെ വീടിനടുത്ത് നിന്നും നമ്മളിനി കൽക്കത്തയിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാളി ക്ഷേത്രത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഒരു ബസ്സിലാണ് ഇപ്പോൾ യാത്ര. 21 നമ്പർ ബസ്സിൽ 5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രസിദ്ധമായ കാളി ക്ഷേത്രം. ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു ക്ഷേത്രമാണ് ഈ കാളി ക്ഷേത്രം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ നമ്മളൊരു ഓവർ ബ്രിഡ്ജിന്റെ താഴെ വശത്തു കൂടിയാണ് പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിലെ കണ്ടക്ടറാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. വിചിത്രമായ വേഷത്തിലുള്ള ഒരു കണ്ടക്ടർ. കേരളത്തിലെ കണ്ടക്ടറുമായി നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുക. ഇപ്പോൾ വീണ്ടും യാത്ര തുടരുമ്പോൾ മേലെ കാണുന്ന മേൽപ്പാലത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കോൺക്രീറ്റ് കൊണ്ടുള്ള മേൽപ്പാലമല്ലാതെ ഇരുമ്പ് കൊണ്ട് ഉള്ള മേൽപ്പാലമാണ്. അവിടവും കടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആശുപത്രിയിലെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ചെറിയ വണ്ടി നമുക്ക് കാണാം. പിന്നെയും കുറച്ച് ദൂരങ്ങൾ, കുറച്ച് പട്ടണങ്ങൾ, പ്രദേശങ്ങളെല്ലാം കടന്ന് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഡ്രൈവറോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്ഥലമെത്തുമ്പോൾ പറയണമെന്ന്. കൽക്കത്തയിലെ പ്രധാന തെരുവുകളിലൂടെയെല്ലാം കടന്ന് അങ്ങനെ നമ്മൾ കാളിഘട്ട് എന്ന ക്ഷേത്രത്തിന്റെ മുന്നിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ദൂരെ ആ കാണുന്ന ഭാഗമാണ് കാളിഘട്ട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ കാളിഘട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന മേൽപ്പാലത്തിന്റെ കാഴ്ചയാണ് ആ വെള്ളയും നീലയും ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി കാണാം കാളിഘട്ട് സ്കൈ വാക്ക്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കാളി ക്ഷേത്രത്തിന്റെ, കൽക്കത്തയിലുള്ള കാളിഘട്ട് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് ആ മേൽപ്പാലത്തിന്റെ കൈവാക്ക് എന്നറിയപ്പെടുന്ന ആ മേൽപ്പാലത്തിന്റെ താഴെ വശത്തു കൂടിയാണ് പോകുന്നത്. അപ്പൊ ആദ്യകാലത്ത് ഇതിലൂടെയായിരുന്നു പോയിരുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് ഈ മേൽപ്പാലം വലിയ പണം മുടക്കി ആണ് പണിതത്. ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങ് നടക്കാനുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടുപോയ മണിപ്പൂരിന്റെ ഗവർണർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിന് വേണ്ടി പോകുന്ന അകമ്പടി കാറുകളും മറ്റുമൊക്കെയാണ് ആ കാണുന്നത്. അങ്ങനെ വീണ്ടും കാളിഘട്ട് എന്ന ബംഗാളിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്.
കാളികെട്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങൾ എങ്ങനെയാണോ അങ്ങനെയൊക്കെയാണ് കാളികെട്ട് ക്ഷേത്രത്തിന് ബംഗാളി സ്ഥാനം. അത്രയധികം വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാളികെട്ട്. കാളികെട്ട് ക്ഷേത്രത്തിന്റെ അടുത്തെത്താനായപ്പോ ഈ കൈവാക്കിന്റെ കാര്യങ്ങളൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതിലേക്കൊക്കെ ഒന്ന് ഞാൻ കയറുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഈ നിർമ്മിതിയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മമതാ ബാനർജി പ്രത്യേകം താല്പര്യമെടുത്താണ് ഇതിന്റെ നിർമ്മാണം നടത്തിയതെന്ന് പത്രങ്ങളിൽ വായിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ സ്കൈവാക്കിന്റെ പൊക്കത്തിലേക്കൊക്കെ ഒന്ന് കയറുകയാണ്. വലിയ പൊക്കത്തിലൂടെയാണ് ഈ സ്കൈവാക്ക് എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ സാധാരണ ഒരു മേൽപ്പാലമൊന്നുമല്ല. ഫുൾ AC ആയിട്ടുള്ള അത്ര സുന്ദരമായ 1 കിലോമീറ്ററോളം ഈ കോലത്തിൽ കാണുന്ന സുന്ദരമായ ഒരു സംഗതി. അതിലെ നടക്കാൻ തന്നെ വലിയ രസമാണ്. ഇത് നടന്ന് അങ്ങ് ചെല്ലുന്നതാവട്ടെ മെട്രോ സ്റ്റേഷനിലേക്കുമാണ്. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ താഴോട്ട് വീണ്ടും ഇറങ്ങി ഇനി നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ഈ കാളികെട്ട് ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോ കാളികെട്ട് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് അങ്ങനെ ഞാൻ നടന്നു. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ അതിപ്രാചീനമായ ബംഗാളിലെ കൽക്കത്തയിലെ ഏറ്റവും പ്രസിദ്ധമായ കാളിഘട്ട് എന്ന കാളി ക്ഷേത്രത്തിന്റെ മുൻപിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് കാളി ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള കാഴ്ചകൾ. 12ാം നൂറ്റാണ്ട് വരെ ഇവിടം ഒരു ഘോര വനമായിരുന്നു. അന്നത്തെ കാലത്ത് ചെറിയ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. പിന്നീട് സവർണ റോയ് ചൗധരി കുടുംബം ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഏകദേശം ഒരു 2 കൊല്ലം മുമ്പ് ഈ ക്ഷേത്രം വളരെ രീതിയിൽ വിപുലീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ മുൻഭാഗമൊക്കെ വളരെ വൃത്തിയായി ഒക്കെ നിർമ്മിക്കുകയാണ് ചെയ്തത്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന്റെ പരിസരമൊക്കെയാണ് നമ്മൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ക്ഷേത്രങ്ങളുടെ പോലെ അല്ലാതെ വൃത്തിയും വെടുപ്പുമായി തന്നെ ക്ഷേത്ര പരിസരം, കച്ചവട സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാളിഘട്ട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഏതാണ്ട് 12ാം നൂറ്റാണ്ടിലൊക്കെ ഈ ക്ഷേത്രത്തിൽ നരബലിയൊക്കെ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായ രേഖകളും മറ്റും ഒന്നും അതിലില്ല. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് മിഷണറി ഓഫ് ചാരിറ്റിയുടെ ഒരു കെട്ടിടമാണ്. അതായത് മദർ തെരേസ ഏറ്റവും ആദ്യം കൽക്കത്തയിൽ അവരുടെ ഒരു അഗതി മന്ദിരമായി, ഒരു ചികിത്സാ കേന്ദ്രമായി ഇവിടെയാണ് തുടങ്ങിയത്. അതിന് ഈ കാളി ക്ഷേത്ര ഭരണസമിതിയാണ് ഒരു കെട്ടിടം വിട്ടുകൊടുത്തത്. അപ്പോ ആ സ്ഥാപനം ഇന്നും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ അടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോ കാളി ക്ഷേത്രത്തിന്റെ പരിസരങ്ങളുടെ കാഴ്ച. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കെട്ടിടമാണ് മിഷണറി ഓഫ് ചാരിറ്റിയുടെ ആ കെട്ടിടം. വലിയ ഒരു കെട്ടിടമാണ്. ഇപ്പോഴും അവിടെ ചികിത്സ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ ഈ കാളി ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തേക്കാണ് പോകുന്നത്. 1809 ഇന്ന് കാണുന്ന രീതിയിലുള്ള ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ധാരാളം ഭക്ത ജനങ്ങളൊക്കെ ഉണ്ട്. ലൈനായി നിൽക്കുന്ന ആളുകൾ ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നതാണ്. ബംഗാൾ ക്ഷേത്ര വാസ്തുവിദ്യയിലെ അച്ചാല ശൈലി അനുസരിച്ചിട്ടാണ് ഈ കൊൽക്കത്തയിലെ മിക്ക ക്ഷേത്രങ്ങളും പണിതിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെയും നിർമ്മാണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ഷേത്രത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ കാര്യങ്ങളെ കുറിച്ചാണ്. ദൂരെ കറുത്ത രീതിയിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ മൃഗങ്ങളെ ബലി കഴിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഉൾഭാഗത്ത് ബലി നടക്കുന്നുണ്ട് ഞാൻ ഉള്ള സമയത്ത് തന്നെ. പക്ഷെ അതിന്റെ ചിത്രങ്ങൾ, വീഡിയോകൾ ഞാൻ മനഃപൂർവ്വം എടുക്കുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോ അവിടെ അടുത്തൊരു ആടിനെ കാണാം. അത് ബലി നൽകാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അകത്ത് മറ്റ് പൂജകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ കാളി ക്ഷേത്രത്തിന്റെ ഉൾവശത്തുള്ള കാഴ്ചകൾ. പ്രത്യേക രീതിയിൽ ഇവിടെ ആടിനെ അറുത്തതിന് ശേഷം അവിടെ നിന്ന്
നുറുക്കി കൊടുക്കുവാനുള്ള ആളുകളുമുണ്ട്. അത് കഴിഞ്ഞിട്ട് ആളുകൾ ആ മാംസം അവരവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് എനിക്ക് ഈ ബംഗാളിലെ ഈ കാളി ക്ഷേത്രത്തിൽ കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഇതാണ് കാളി ക്ഷേത്രത്തിന്റെ ഏറ്റവും മകുടമായ സ്ഥലം. ധാരാളം ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനായി മുടക്കിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തെ കാഴ്ചകളെല്ലാം പകർത്തിയതിനു ശേഷം പതുക്കെ കാളി ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് നടക്കുകയാണ്. അപ്പോ കാളി ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് സ്വാമി വിവേകാനന്ദനിലൂടെയൊക്കെ ഞാൻ അറിഞ്ഞ ഈ കാളിഘട്ട് ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം. അപ്പോൾ നമസ്കാരം.